പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളായി മാറിയെന്ന് മന്ത്രി വി.എൻ. വാസവൻ. ഏറ്റുമാനൂർ പുന്നത്തുറ ഗവൺമെന്റ് യു.പി. സ്കൂൾ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിയ നിരവധി സർക്കാർ സ്കൂളുകൾ അടിസ്ഥാന സൗകര്യ വികസനവും അക്കാദമിക് പുരോഗതിയും വഴി മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റി. പാഠ്യവിഷയങ്ങളിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലുമെല്ലാം സംസ്ഥാനം ശ്രദ്ധേയമായ മുന്നേറ്റം കൈവരിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി സംസ്ഥാന ഗവൺമെന്റ് നമ്മുടെ സംസ്ഥാനത്തെ ഗവൺമെന്റ് സ്കൂളുകളെല്ലാം ഏറെ പശ്ചാത്തല സൗകര്യങ്ങൾ വികസിപ്പിച്ചുകൊണ്ടും ഒപ്പം കാലഘട്ടത്തിന് അനുയോജ്യമായ രൂപത്തിലുള്ള പഠനരീതികൾ ഉറപ്പാക്കിക്കൊണ്ടും നാടിൻ്റെ എല്ലാ തരത്തിലുള്ള റിസോഴ്സ് മോബിലൈസേഷനിലൂടെ ഇന്ന് പൊതുവിദ്യാഭ്യാസ രംഗം രാജ്യത്തിന് മാതൃകയായി മാറ്റിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞതല്ല, പ്രധാനമന്ത്രി ചെയർമാനായിട്ടുള്ള നീതി ആയോഗിൻ്റെ പരിശോധനയിൽ ഇന്ത്യയിൽ ഏറ്റവും നല്ല വിദ്യാഭ്യാസ രംഗം കൈകാര്യം ചെയ്യുന്നത് കേരള സംസ്ഥാനമാണ് എന്നാണ് അവരുടെ വിലയിരുത്തൽ. ഒരു കാലഘട്ടത്തിൽ അനാദായകരം എന്ന് പറഞ്ഞ് നമ്മുടെ സംസ്ഥാനത്തെ നിരവധി ഗവൺമെന്റ് സ്കൂളുകൾ പൂട്ടുന്ന സാഹചര്യം, പഠിക്കാൻ പണമില്ലാത്ത പാവപ്പെട്ട കുട്ടികൾക്ക് ആ ഗവൺമെന്റ് സ്കൂളുകൾ അനാദായകരമെന്ന് പൂട്ടുന്ന സാഹചര്യം വിഷമകരമായിരുന്നു. വിദ്യാഭ്യാസം കേവലം ഒരു അഭിജാത ന്യൂനപക്ഷത്തിന്റെ ആർഭാടമാക്കി മാറ്റണമെന്ന കാഴ്ചപ്പാടിനെ മറികടന്നുകൊണ്ടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് 2021-22 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2.17 കോടി രൂപ ചെലവിട്ടാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. 2 നിലകളിലായി 8 ക്ലാസ് മുറികളും 2 സ്റ്റോർ മുറികളും സജ്ജീകരിച്ചിട്ടുണ്ട്. ചടങ്ങിൽ ഏറ്റുമാനൂർ നഗരസഭാ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ബിബിൻ ബാബു അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ മേരിക്കുട്ടി ജോസഫ്, പ്രിയ സജീവ്, അഡ്വക്കേറ്റ് ജേക്കബ് ഡി നെല്ലിക്കാപ്പള്ളി, നഗരസഭാംഗങ്ങളായ ജിഷ പ്രദീപ്, ടി.പി. മോഹൻദാസ്, ഇ.എസ്. ബിജു, ലൗലി ജോർജ് പടികര, ബിബിൻ പി. സണ്ണി, ബിബീഷ് ജോർജ്, വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ കെ.ജെ. പ്രസാദ്, ഏറ്റുമാനൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീജ പി. ഗോപാൽ, അനീഷ് നാരായണൻ, എം.കെ. സുഗതൻ, ഹെഡ്മാസ്റ്റർ ബിജോ ജോസഫ്, പി.ടി.എ. പ്രസിഡന്റ് ജോസ്മി ജോസഫ് എന്നിവർ പങ്കെടുത്തു. i4a ന്യൂസ്, ഏറ്റുമാനൂർ.